കിട്ടിയിരിക്കണത് ഇപ്പോൾ കുഴിച്ചെടുത്തൊരു കുറച്ച് അസ്ഥി കഷ്ണം. ബാല്യത്തിലൊക്കെ ഒന്ന് ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നൊരു കക്ഷിയായിരുന്നു. മാനസിക പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നിയിട്ടില്ല. ചെറുപ്പം എന്നുള്ള ഒരു സ്കൂൾ കാലത്തൊക്കെ അങ്ങനത്തെ ഒരു നല്ലൊരു അത്ലറ്റ് ആയിരുന്നു, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇവിടെ ഒരു 80-ലെ ഒരു പൊളിറ്റിക്കൽ ക്ലാഷ് ഉണ്ടായിരുന്നു. CPM വിരോധമായിരുന്നു, അയാൾ RSSൻ്റെ വിരോധമായിരുന്നു. സംഭാഷണ വാർത്ത വരെ 2018 കേസ് ഉണ്ടാകും, മറ്റേ ബിന്ദു തിരാന കേസ് ഉണ്ടാകും. 2018 ശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ കുടുംബയുടെ അപ്പുറത്താണ്, അപ്പുറത്ത് 2 വീട് അപ്പുറത്ത് താമസിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് പറയും 28 വർഷമായാലും ഇടാണ്. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ അയൽവാസികളാകുമ്പോൾ പിന്നെ സുഹൃത്തുക്കളുടെ പ്രശ്നമില്ലല്ലോ. കുട്ടിക്കാലം വരെ അങ്ങനെ ഒന്നിച്ച് സ്കൂളിലൊക്കെ പോയിട്ട് വരുന്നുണ്ട്. ചെറുപ്പം വരെ എന്താ ഒരു സ്കൂൾ കാലത്തൊക്കെ അങ്ങനത്തെ ഒരു നല്ലൊരു അത്ലറ്റ് ആയിരുന്നു, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരു മനുഷ്യരായിരുന്നു. അയാളുടെ മനസ്സിലൊന്നും നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റിയ കക്ഷിയല്ലല്ലോ. ഞങ്ങൾ പഠിക്കുക ഒരേ ബാച്ചിലാണ്, തിരുവനന്തപുരം സ്കൂളിലാണ് പഠിച്ചത്. ഇല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ്, അപ്പുറത്തൊന്നുമില്ല. എന്താ എൻ്റെ മോട്ടീവ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. 2018 ശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല. 2017 അവസാനമായപ്പോൾ ഞാൻ ഒക്ടോബർ നവംബറിൽ ഡിസംബർ അടുത്താണ് ഇയാളുടെ വിഷയമായിട്ട് എൻ്റെ അടിക്ക് വരുന്നത്. അങ്ങനെ ഞാനോട്ട് അത്ര നല്ല ടൈംസ് അല്ലായിരുന്നു. ഉടക്കാനൊന്നും ഇല്ലായിരുന്നു. അയാൾ ഇവിടെ ഒരു 80-ലെ ഒരു പൊളിറ്റിക്കൽ ക്ലാഷ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു CPM വിരോധമായിരുന്നു, അയാൾ RSSൻ്റെ വിരോധമായിരുന്നു. അതിലൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ 2 ചേരിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചല്ലാണ്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് അയാളുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു പൊളിറ്റിക്കൽ ചേരുന്നതിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ സംഘർഷം ഉണ്ടായി. എൻ്റെ വീടൊക്കെ അടിച്ചു പൊളിച്ചതാണ് ഈ RSSകാർ. അപ്പോൾ അതിനൊക്കെ ഈ കക്ഷിയൊക്കെ അതിനകത്ത് പങ്കാളിയായിരുന്നു. അപ്പോൾ അയാൾക്ക് കുറ്റബോധം കൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വളരെ അടുത്ത് അങ്ങനെ സംസാരിക്കാമല്ല, കാണുമ്പോൾ വഴിച്ച് കാണുമ്പോൾ ചിരിക്കും, അത്രയൊക്കെ അല്ല. ഏത് വാർത്ത സംഭാഷണ വാർത്ത വരെ 2018 കേസ് ഉണ്ടാകും, മറ്റേ ബിന്ദു തിരാന കേസ് ഉണ്ടാകുന്നത്. അപ്പോൾ വാർത്ത വരുമ്പോഴാണ് എന്നെ അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാദിക്ക് ഇയാൾ പാസ് ചെയ്യുന്നൊരു കക്ഷിയാണ്. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡപ്പുറത്താണ് ഈ വാദിക്ക് ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പാണ്. അപ്പോൾ ചോദിച്ചു എന്താ ഫസ്റ്റ് ചെയ്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് വെറുതെ പറയുന്ന, എനിക്ക് ബന്ധമൊന്നുമില്ലെന്ന് അയാൾ എന്നോട് പറഞ്ഞു. തെളിവുകൾ ഇപ്പോൾ കിട്ടിയിരിക്കണത് ഇപ്പോൾ കുഴിച്ചെടുത്തൊരു കുറച്ച് അസ്ഥി കഷ്ണം. ഇന്നലെ അവിടെ വീട് പരിശോധന, മറ്റേ റഡാർ കൊണ്ടുവന്ന ടെസ്റ്റായിരുന്നു. അവിടെ അടുക്കള കിച്ചണിലെ അടുപ്പും അതിൻ്റെ ഒരു വാച്ച് ലേഡീസ് വാച്ച് കത്തിച്ച് കിട്ടി. ഒരു സേഫ്റ്റി പിന്നെ. അഥവാ ഇന്നലത്തെ തെളിവുകൾ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ സെർച്ചായിരുന്നു, റഡാർ ഉപയോഗിച്ച്. പക്ഷേ അതൊന്നും കണ്ടെത്താനത്തില്ല എന്നുള്ള. അതിനുമ്പോൾ JC കൊണ്ടുവന്ന് കുളമൊക്കെ പറ്റിച്ചു, അങ്ങനെ നോക്കി. എന്നും പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ ഇയാളെ സീരിയൽ കില്ലറാണോ ഇല്ലോ എന്നുള്ള. ഇപ്പോഴല്ലേ ഇങ്ങനെ വല്ല പത്രത്തിൽ വാർത്ത കാണുന്നു, അപ്പോൾ അതിനെ തെളിവില്ലല്ലോ ഇതിന്. മാനസിക പ്രശ്നം അങ്ങനെ ഒരു അയാൾക്കിപ്പോൾ ഉള്ള ഷുഗറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. മാനസിക പ്രശ്നങ്ങളായിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നിയിട്ടില്ല. ഭാര്യ മക്കൾ ഇപ്പം ഇന്നലെ ഭാര്യയുടെ ബൈറ്റ് കണ്ടായിരുന്നില്ല, ഏതോ ചാനലിൽ 24 ഭാര്യ പറയുന്ന അയാൾ വളരെ ഫ്രണ്ട്ലിയാണ്, സ്നേഹത്തോടെയാണ് എന്നൊക്കെ അവർ പറയുന്നത്. അത് അവരുടെ ഫാമിലി മാറ്ററാണ്. അറിയില്ല, നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ അറിയാം, അതിൽ ന്യൂസിൽ കാണുമ്പോൾ അറിയാം. നെടുമ്പ്രക്കാടുള്ള സ്ത്രീയാണ്. അതിന് ഇപ്പോൾ അവർ ഇയാൾ അവരോട് പ്രപ്പോസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ധാരണ ഉണ്ടായിരുന്നൊക്കെ അവർ തന്നെ പറയും. ചാനലിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ വിവാഹം ആലോചിച്ചതാണെന്ന്. പള്ളി ഒന്ന് അച്ചടി ചോദിച്ചപ്പോൾ പക്ക ഫ്രോഡാണ്, അതൊക്കെ മേലെ നിന്ന് അവർ ചാനലിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അയാളോട്ട് വലിയ കോൺടാക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞാൻ 24-ലെ ഡിബേറ്റ് പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡിബേറ്റ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു, ഞാൻ അതിനെ കൗണ്ടർ ചെയ്തു. കാര്യം റോസം പറയുന്നത് പരസ്പര വിരുദ്ധമാണ്, അവർ പറയുന്നത് വിശ്വാസ്യതയല്ല. എനിക്ക് തോന്നിയത് അതിനകത്ത് ഡിബേറ്റ് അവർ പറയുന്നതിലൊരു എങ്ങും ചേരുന്നില്ല. അവർ പറയുന്നത് അത് അവിടുത്തെ കാര്യം നമ്മളറിയാം. ഇത് ഈ ഒരു വിഷയം വരെയുള്ള അറിയുള്ളൂ. ഇങ്ങനെ ഒരു അവർ തമ്മിൽ അഫയർ ഉണ്ടാകുന്ന ഐഷ കാണാൻ. ഇതിപ്പോൾ ജയനമ്മ മിസ്സിംഗ് ആണ് ഐഷയുടെ കേസിലേക്ക് വരുന്നത്. അപ്പോൾ സീരിയൽ കില്ലെന്നുണ്ടെങ്കിൽ കാണുന്നത് മിസ്സിങ്. സ്വാഭാവികമായിട്ടും ഇയാളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ നടപടി അതാണ്. അപ്പോൾ അതുകൂടി അയാളുടെ മുകളിലേക്ക് ചാർത്തുക അല്ല, അയാളായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ. ഏതെങ്കിലും കേസ് തെളിഞ്ഞാലേ പറ്റുള്ളൂ. അയാൾ അന്വേഷണം സഹകരിക്കുന്നില്ലെന്നാണ് ഇന്നും വാർത്ത പറയുന്നത്. സ്വാഭാവികമായിട്ടും കേസ് തെളിയാത്തിടത്തോളം അയാൾ കുറ്റവാളിയല്ലല്ലോ. ഇപ്പം പ്രതികർക്കപ്പെട്ടിരിക്കാം, അയാളിപ്പോൾ സംശയത്തിൻ്റെ കാര്യത്തിലാകാം. തെളിയിക്കപ്പെടുമ്പോഴല്ല ശരിക്കും അയാൾ
കുറ്റവാളി തെളിയുന്നു. ശരിക്കും ഒരു ബാല്യകാല സുഹൃത്ത് എന്ന നിലയിൽ ഇങ്ങനെ ഒരു കുറ്റക്കാരനാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്നുള്ള. അയാളുടെ ബാല്യത്തിലൊക്കെ ഒന്ന് ചെറിയ ചെറിയ പിന്നെ മോഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു കക്ഷിയായിരുന്നു. മോശമാണോ? ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ അത് അയാളുടെ ഒരു പിന്നെ നേച്ചറായിരുന്നു. അത്ര ഒരു കക്ഷിയായിരുന്നു. എന്ത് മോഷണങ്ങളാണ്? അതേ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ട് പോവുക അങ്ങനെയൊക്കെയുള്ള. അതിന്റെ വലിയൊരു വേർഷനാണോ ഈ സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം? അതറിയില്ല. സ്വത്ത് കെട്ടിടേക്കുന്നത് പിന്നെ പാർട്ടീഷൻ ചെയ്തിട്ടൊന്നും ഇല്ല, അതങ്ങനെ കിടക്കില്ലാർക്കും. ഇത് ഓരോ സ്ത്രീകളും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണ്, അത്യാവശ്യം സ്വത്ത് അങ്ങനെ ഇപ്പോൾ ഉള്ളവരാണ്. ഇപ്പം എല്ലാവരും പറയുന്നു. ഇപ്പോൾ ബിന്ദു ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളാണെന്ന് പറയുന്നു, റോസും ഒറ്റപ്പെട്ട് താമസിക്കുന്നതാണ്, ആയുഷ് ഒറ്റപ്പെട്ട് താമസിക്കുന്നതാണ്, ജയനും ഒറ്റപ്പെട്ടില്ല. അയാൾ അയാളുടെ പിന്നെ ഹസ്ബൻഡിലെ പിന്നെ ഒരു പിന്നെ ചാനൽ ഞാൻ ഇന്നലെ കണ്ടതാണ്. വളരെ സെൻസിറ്റീവായിട്ടാണ് പറയുന്നത്. അയാൾ വളരെ സെൻറ്റി ആകുന്നുണ്ട് പറഞ്ഞത്. രാവിലെ ഇറങ്ങിപ്പോകുന്നു, തോന്നുമ്പോൾ കയറി വരുന്നു എന്നുള്ള രൂപത്തിലാണ് പറയാം. ഇന്നലെ കണ്ടതാണ്. ബാക്കി എല്ലാവർക്കും ഭർത്താവില്ലാത്ത ആളുകളെ ചിലപ്പോൾ അയാൾ പിന്നെ ആ രൂപത്തിലൊരു കാര്യം പിന്നെ ഇരയെ എങ്ങനെ പിടിക്കണം എന്നുള്ളത് ഇര എന്ത് ഇര ഇടുന്ന ചൂണ്ടയിടുന്നവനാണല്ലോ കാണുന്നത്. അത് കൊത്തുവായില്ലെന്നുള്ള ചിന്തയല്ലേ. Subscribe to One India and never miss an update.